നമ്മുടെ വീട് എവിടെ? കിങ്ങിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു കിടക്കാച്ചി വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് പുതിയൊരു അപ്ഡേറ്റ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇന്ന് നോക്കണം. ഓക്കെ, ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കാറ് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ അപ്ഡേറ്റ് അതാണ്. നമ്മൾ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ വിൻഡോയുടെ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കണം. നിന്നതിന് ശേഷം ഇതെടുക്കുമ്പോൾ പുതിയൊരു ഓപ്ഷൻ, നമുക്ക് മെയിൽ പണ്ട കിടന്നിടത്ത് പുതിയൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീലൊക്കെ മാറ്റാം ഗൈസ്. കണ്ടോ ഗൈസ്, അലോയ് വീല് മാറുന്നുണ്ടോ? ഓക്കെ, ഇഷ്ടംപോലെ അലോയ് വീലുണ്ട് നമുക്കിപ്പോൾ ഗൈസ്. പിന്നെ നമുക്ക് വീല് മാറ്റി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അതാ ഡോറിൻ്റെ അടുത്ത് നിന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ വീല് നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ റീസെറ്റ് ബട്ടൺ ഞെക്കിയാൽ മതി, വീല് നമുക്ക് തിരിച്ചു വരും. പിന്നെ നമുക്ക് വീല് മാറ്റുമ്പോൾ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം ഗൈസ്, അലോയ് വീലിൻ്റെ. പിന്നെ അതിൻ്റെ അകത്തെയും കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പുതിയ വീലും ഇതാണ് മോഡിഫിക്കേഷനായിട്ട് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ നമുക്കുള്ള സെറ്റപ്പ് എന്ന് വെച്ചാൽ, അയ്യോ വണ്ടി കയറിപ്പോയി ഗൈസ്, അയ്യോ ഇറങ്ങട്ടെ. ഓ ഗൈസ് ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു ഗൈസ്, ഞങ്ങൾ ബാക്കിലത്തെ ഇത് മാറുമ്പോൾ ബാക്കിലത്തെ ടയറിന് ഇത് മാറി ഗൈസ്. ഓ കൊള്ളാം ഗൈസ്, മോഡിഫിക്കേഷൻ്റെ സെറ്റപ്പൊക്കെ കൊള്ളാം. ഓക്കെ, അടുത്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ഓപ്ഷനിൽ ചെല്ലണം. പെയിൻ്റ് അടിക്കുന്ന ഓപ്ഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് അടിയിൽ ആദ്യം പുതിയ കളർ ഓപ്ഷൻ ഇങ്ങനെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാമെന്നുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ അത് അടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു സ്കൈ ബ്ലൂ പച്ച കയറി വരുന്നൊരു കളർ രൂപത്തിലാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഇതിൽ വന്നേക്കുന്ന അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ വന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇന്ത്യൻ ബൈക്കിൻ്റെ മാപ്പിൽ ഒരു വില്ലേജ് ഉണ്ടല്ലോ, വില്ലേജിൻ്റെ അവിടെയാണ് വന്നേക്കുന്നത്. പുതിയൊരു വീട് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്കിന് അതിൽ പുതിയൊരു വീട് കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മറ്റേ വില്ലേജിൻ്റെ അവിടെ കണ്ടാണ് ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം ഗൈസ്, എന്നാലും നമ്മുടെ ആ വീടിൻ്റെ അവിടെ എത്തത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇതോ ഇല്ല കാണുന്നതാണ് ആ പുതിയ വീട്. ഇതാണ് പുതിയ വീട് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ മാപ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ മറ്റേ വില്ലേജാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് സിസ്റ്റം ഒക്കെയാണ് ഗൈസ് വെച്ചേക്കുന്നത്. ഓ, നമ്മൾ അടുത്ത് വന്നാൽ മതി ഗൈസ്, താഴെ അങ്ങ് തുറന്നോളൂ. നമുക്ക് പണിയൊന്നും എടുക്കണ്ട. മറ്റേ നമ്മുടെ പഴയ വീടിനാണ് ഗേറ്റ് പോലും ഇല്ല ഗൈസ്. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്ന സ്വിമ്മിംഗ് പൂൾ, അത്യാവശ്യം വലുതാണ്. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം വലുതൊക്കെ. ഒരു ഗാരേജ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി സെറ്റപ്പ് ഒക്കെ നോക്കാം. തറയെ മൊത്തം വലിയൊരു ഹാളാണ്, മൊത്തം ഹാളാണ് ഗൈസ്. ഇവിടെ ഒരു സിംഹത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, മൊത്തം ഹാളാണ്. ഓ, സ്റ്റെയറൊക്കെ കണ്ടോ ഗൈസ്, ഇപ്പോഴത്തെ മോഡല് വീടിൻ്റെയൊക്കെ സ്റ്റെയറാണ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് കൂടെ കയറത്തില്ല, അയ്യോ തറയിൽ പോയി ഗൈസ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റക്കാവുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ചാടി കയറണം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ PC സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഡസ്റ്റ്ബിന്ന് AC ഒക്കെ ഉണ്ട് ഗൈസ്. ഫാന് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ TV, ബെഡും. വീടിന് മണ്ട കയറി ഗൈസ്. എടാ, ഇവനെന്തൊരു പൊട്ടറാണോ ഗൈസ്? അയ്യോ, അങ്ങനെ ഗൈസ് നമ്മൾ തറയിൽ വീണ് കുറച്ച് ചോര ഇവിടെ തുപ്പിയിട്ടിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യം കൂടെ മണ്ടയ്ക്കത്ത് നോക്കാനുണ്ട് ഗൈസ്. അതിന് മുമ്പ് ഇപ്പം വലിഞ്ഞു കട്ടിൻ്റെ മണ്ടയ്ക്ക് കൂടെ മണ്ടയ്ക്ക് കയറി. അത് ചെറിയൊരു ബഗ്ഗാണെന്ന് തോന്നുന്നു, മാറ്റുമായിരിക്കില്ലേ? അപ്പോൾ നോക്കാം ഗൈസ്. ഓക്കെ, ഡയറക്റ്റ് ഈ റൂമിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ empty ആണ് ഗൈസ്. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമ്മളെ പണ്ടത്തെ വീട്ടിൽ ജിമ്മും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാത്റൂം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഗൈസ്. അവിടെ സെറ്റ് ചെയ്യാൻ ഫുള്ളായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുന്ന് കയറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കിനി വെളിയിൽ പോയിട്ട് ബാക്കി അപ്ഡേറ്റ് കൂടെ നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കട്ടെ. അകത്തൊന്നും തുറക്കത്തില്ലയോ? തുറക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇതിനകത്തിലാണ് പുതിയ NPCs വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ NPC എന്ന് വെച്ചാൽ നമ്മൾ
നമ്മൾ കയറി ബോയ് എന്നടിക്കുമ്പോൾ പഴയ NPC ഇവിടെ സ്പോൺ ആവും, അല്ലേ ഗേളെന്നടിക്കുമ്പോൾ അത് പഴയ NPC സ്പോൺ ആവും. പുതിയതായിട്ട് വന്ന NPC സ്പോൺ ആവുന്നത് ബോയ് 2 നമ്മൾ അടിക്കുമ്പോൾ പുതിയ NPC സ്പോൺ ആവും. ഇതാണ് പുതിയ NPC, കാണാൻ ചുള്ളനാണ്. ഇതാണ് നമ്മുടെ പുതിയ NPC, കാണാൻ നല്ല ചുള്ളനാണ്. നമ്മളെ നോക്കിയിരിക്കുന്നത്. ഓ ഗൈസ്, ഫോളോ ചെയ്യും ഗൈസ് നമ്മളെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു അപ്ഡേറ്റ് കൂടെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. മോഡിഫിക്കേഷൻ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഗേൾ 2 എന്നടിക്കുവാണെങ്കിലും പുതിയ NPC സ്പോൺ ആവും ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇതിനകത്ത് വന്നേക്കുന്ന പുതിയ 2 NPC. നമുക്ക് പിന്നെ വന്ന അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഓക്കെ നമ്മൾ RGS ടൂളിൽ കയറി PM നമ്മൾ PM13 അടിച്ചിട്ട് ടിക്ക് കൊടുത്ത് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പിന്നെ റീസ്റ്റാർട്ട് അടിച്ച് നമ്മൾ കയറുവാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഗേൾ ക്യാരക്ടറായിട്ട് വരും. നമ്മുടെ NPC ഗേൾ ക്യാരക്ടറായിട്ട് വരും. നമ്മളിപ്പോൾ ഡ്രോണിൻ്റെ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ഇതുപോലൊരു ഗേൾ ക്യാരക്ടറായിട്ട് വരും, നമ്മുടെ പുതിയ NPC. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ RGS ടൂളിൽ പോയിട്ട് PM14 അടിക്കുവാണെങ്കിൽ നമ്മൾ ടിക്ക് കൊടുത്ത് ഗെയിം പിന്നെ റീസ്റ്റാർട്ട് അടിച്ച് വരുവാണെങ്കിൽ ഇപ്പോൾ കണ്ടേ നമ്മളതാ നമ്മുടെ NPC ആയിട്ട് വന്നിട്ടുള്ള പുതിയ ക്യാരക്ടറായിട്ട് മാറും. കാണിക്കാം. ബോയുടെ പുതിയ ക്യാരക്ടറായിട്ട് നമ്മൾ മാറും. ഇതാണ് പുതിയ ക്യാരക്ടർ. ഈ ക്യാരക്ടറായിട്ട് വേണം. ഇനി നമുക്ക് നമ്മുടെ പഴയ ക്യാരക്ടർ ആണെങ്കിൽ PM0 അടിക്കണം. 0 അടിച്ച് ടിക്ക് കൊടുത്ത് നമ്മൾ പിന്നെയും പ്ലേ കൊടുക്കണം. പ്ലേ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെയും പ്ലേ കൊടുത്ത് നമ്മൾ PM0 അടിക്കുമ്പോൾ നമ്മുടെ പഴയ ക്യാരക്ടർ തിരിച്ചു വരും. കേസ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ വന്നേക്കുന്ന അപ്ഡേറ്റ്. ഇത്രയുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.